ദേവസ്വം ബോർഡുകളൊക്കെ ബൗൺസറുകൾ ഇറക്കി ഇനി ഭക്തരെ നിയന്ത്രിച്ചേക്കാം എന്നൊരു മനക്കോട്ട കെട്ടി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ വന്നത്. രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എത്രത്തോളം നിർണായകമാണ്? ക്ഷേത്രോത്സവ ചടങ്ങിനിടെ ബൗൺസർമാരെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനായിട്ട് നിയോഗിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി വരികയായിരുന്നു. ആ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ക്ഷേത്രങ്ങളിൽ ഭക്തരെ നിയന്ത്രിക്കാനായിട്ട് യാതൊരു ഘട്ടത്തിലും ബൗൺസർമാരെ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. അതായത് സംസ്ഥാനത്തെ ഒരു ക്ഷേത്രങ്ങളിലും ബൗൺസർമാർ വേണ്ട എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഉത്തരവിറക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ തൃപ്പൂണിത്തുറയിലെ ക്ഷേത്രോത്സവ ചടങ്ങിനിടെ ബൗൺസർമാരെ നിയോഗിച്ച സംഭവം അത് ദൗർഭാഗ്യകരമാണെന്നുള്ള പരാമർശം കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കപ്പെടരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത് ഈ ഉത്സവ ചടങ്ങ് നടക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ അവിടുത്തെ ക്ഷേത്രോപദേശക സമിതിയൊക്കെ തന്നെ പിരിച്ചുവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഈ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ തക്ക രീതിയിലുള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് ബൗൺസർമാരെ നിയോഗിച്ചത്. ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ളതായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കർശന സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കുകയാണ് ഉണ്ടായത്. എന്തായാലും സംസ്ഥാനത്തെ ഒരു ക്ഷേത്രങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ ബൗൺസർമാരെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കരുതെന്നുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സിനിമാ താരങ്ങളൊക്കെ വരുമ്പോ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട വളരെ മൂല്യവത്തായ ചില ചടങ്ങുകൾ, ഉത്സവങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവിടേക്ക് എത്തുന്ന ഭക്തരെ നിയന്ത്രിക്കാൻ ഈ ബൗൺസർമാരെ ഇറക്കിയത് അന്ന് തന്നെ ടീം ജനം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഭക്തരുടെ വികാരങ്ങൾ കൃത്യമായി നമ്മൾ ഉന്നയിച്ചതാണ്. പക്ഷെ അപ്പോഴും ദേവസ്വം ബോർഡുകൾ, ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞു ഇത് ഞങ്ങളങ്ങ് തുടരാൻ പോവുക, ബൗൺസർമാരെ ഇനിയും ഇറക്കും എന്നൊരു ധാർഷ്ട്യമായിരുന്നു. ആ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയല്ലേ ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം? അറിയിക്കാം. ഈ ബൗൺസർമാരെ നിയോഗിച്ചുകൊണ്ട് ഭക്തരെ നിയന്ത്രിച്ച അതിന്റെ ദൃശ്യങ്ങൾ അടക്കം നേരത്തെ ജനം ടി വി പുറത്തുവിട്ടതാണ്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം ഈ ദേവനെ കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തനെ പിടിച്ചു തള്ളുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ബൗൺസർമാരുടെ നടപടികൾ മുന്നോട്ട് പോയി. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഭക്തജന പ്രതിഷേധം അവിടെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ടീഷർട്ടിന് പുറത്ത് ബൗൺസർ എന്ന് എഴുതി അവിടെ എല്ലായിടത്തും ബൗൺസർമാർ സ്വൈരവിഹാരം നടത്തുകയും ചെയ്തിരുന്നു. ഭക്തരെയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിമാറ്റുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. സാധാരണ രീതിയിൽ ഭക്തജന സംഘടനകളാണ് ഇത്തരത്തിൽ തിരക്ക് വന്നു കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും നിയന്ത്രിക്കാറുള്ളത്. പക്ഷേ പൂർണ്ണതരീക്ഷ ക്ഷേത്രത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പുതിയൊരു രീതിയിൽ ഒരു കീഴ്വഴക്കം കൊണ്ടുവരികയായിരുന്നു. ബൗൺസർമാരെ നിയോഗിച്ചുകൊണ്ട് ഭക്തരെ നിയന്ത്രിക്കുക, അത് മറ്റു പല ക്ഷേത്രങ്ങളിലേക്കും വ്യാപിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം തന്നെ ദേവസ്വം ബോർഡ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഹർജി വന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രധാന ഉത്തരവിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഭക്തരുടെ വഴി തടസ്സപ്പെടുത്താനോ അവരെ നിയന്ത്രിക്കുവാനോ ബൗൺസർമാരെ ഒരു ഘട്ടത്തിലും ഉപയോഗിക്കരുതെന്നുള്ളതായിരുന്നു 2023 ആ ഉത്തരവിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. പക്ഷെ ആ ഉത്തരവ് കൂടി ലംഘിച്ചുകൊണ്ടായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നടപടി. പക്ഷെ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ആ ദൃശ്യങ്ങളടക്കം ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടാണ് ഇനി ഒരു ക്ഷേത്രങ്ങളിലും പരിപാടികൾക്കിടയിൽ ഒന്നും തന്നെ ബൗൺസർമാരെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കർശന നടപടിയിലേക്ക് ഹൈക്കോടതി കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. എന്തായാലും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ ബൗൺസർമാരെ എല്ലാ ക്ഷേത്രങ്ങളും തങ്ങളുടെ അധീനതയിലുള്ള നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നിയോഗിക്കാനായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ഇടപെടലും അതോടൊപ്പം തന്നെ ജനം ടി വിയുടെയും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കത്തിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഭക്തരടക്കമുള്ളവർ ഈ സമാനമായിട്ടുള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം അവരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ ഹനിച്ചുകൊണ്ടായിരുന്നു ഈ ബൗൺസർമാർ അവിടെ നിലയുറപ്പിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് ഇനി ഈ തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ഒരു വശവും ഒന്നും നോക്കാതെ, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്
ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമലയിൽ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റം ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപം മാലിന്യ കൂമ്പാരം. ഇപ്പോഴിതാ ബൗൺസർമാരെ ഇറക്കി ഭക്തജനങ്ങളോട് വെല്ലുവിളി ഉയർത്തുന്ന സംവിധാനങ്ങൾ. ഇതിനെയൊക്കെ കൃത്യമായി തന്നെ ജനം TV ഈ വിഷയം ഭക്തർക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാത്രമാണ് ഇതിൽ ഒരേ ഒരു പ്രതീക്ഷ. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി കൃത്യമായി തന്നെ ഇടപെടൽ ഉണ്ടാകുന്നു. ഈ വിഷയങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരേ ഒരു പ്രതീക്ഷ ഹൈക്കോടതി മാത്രമാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ബൗൺസർമാർ വിഷയത്തിൽ കർശനമായ ഭാഷയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയത്. ഇത് നിർഭാഗ്യകരമാണ്. ഇനി ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇതോടുകൂടി ഈ ഹർജിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്.